السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين الفائزين برضا الله أما بعد. ഏറ്റവും സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, കടം വീടാനുള്ള പല കാര്യങ്ങളും അതുപോലെ സമ്പത്ത് വർദ്ധിക്കാനുള്ള പല ദിക്റുകളും ദുആകളും ഒക്കെ നമ്മുടെ ഈ ചാനലിൽ തന്നെ ഒരു കുറേ വന്നിട്ടുണ്ട്. കാണാത്തവർ അതൊക്കെ കയറി കാണുകയും ഏതാണോ നിങ്ങൾക്ക് എളുപ്പമായി തോന്നുന്നത് അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം ഇന്ന് അതുമായി ബന്ധപ്പെട്ട മറ്റൊരു എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന പരിഹാരമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുകയും ഇത് കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരികയും ചെയ്യാൻ മറക്കരുത്. വിശുദ്ധ ഖുർആനിലെ ആലു ഇമ്രാൻ സൂറത്തിലെ വളരെ അത്ഭുതങ്ങൾ നിറഞ്ഞ 2 ആയത്തുകളാണ് ഇന്ന് ഞാൻ പറയുന്നത്. ആ ആയത്തുകൾ ദാരിദ്ര്യത്തെ തുടച്ചു നീക്കാൻ കഴിവുള്ള ഈ ആയത്തിന്റെ ബറക്കത്ത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ നിന്ന് ദാരിദ്ര്യത്തെ നീക്കം ചെയ്ത് സമ്പത്തും സന്തോഷവും വന്നെത്തും എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടെ ഞാൻ ഈ പറയുന്നത് പോലെ ചെയ്യുക. ഇത് നമുക്ക് ഏത് സമയത്തും ചെയ്യാൻ കഴിയുമെങ്കിലും ഏറ്റവും ശ്രേഷ്ഠമായ സമയം മഗ്രിബ് ഇശാഇന് ഇടയിലാണ്, അല്ലെങ്കിൽ തഹജ്ജുദ് നിസ്കാരത്തിന്റെ സമയത്താണ്. ഈ രണ്ടാലൊരു സമയത്ത് വുളൂ ചെയ്ത് ഖിബിലയിലേക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് ഓരോ ദിവസവും ഓതാൻ തുടങ്ങുന്ന സമയത്ത് ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരു 11 സ്വലാത്ത് ചൊല്ലുക. സ്വലാത്ത് നാരിയത്ത് സ്വലാത്ത് ആകാം, അതല്ലെങ്കിൽ സ്വലാത്തുൽ ഫാത്തിഹ് ആകാം, അതല്ലെങ്കിൽ വേറെ നിങ്ങൾക്ക് ഏതാണോ എളുപ്പമായി തോന്നുന്നത് ആ സ്വലാത്ത് ചൊല്ലാം. 11 സ്വലാത്ത് ചൊല്ലിയ ശേഷം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം قل اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير تولج الليل في النهار وتولج النهار في الليل وتخرج الحي من الميت وتخرج الميت من الحي وترزق من تشاء بغير حساب എന്ന 2 ആയത്ത് ഓതിയ ശേഷം اللهم أنت الله لا إله إلا أنت وحدك لا شريك لك يا الله يا الله يا الله اقض حاجتي بحق محمد صلى الله عليه وسلم وآل محمد صلواتك وسلامك عليه وعليهم أجمعين يا رب العالمين എന്ന് ചൊല്ലുക. വീണ്ടും ആയത്തോതുക, വീണ്ടും അത് ചൊല്ലുക. അങ്ങനെ 40 എണ്ണം കൃത്യമായി ഓതുകയും 40 എണ്ണം കൃത്യമായി ചൊല്ലുകയും ചെയ്യുക. ഈ രൂപത്തിൽ 40 ദിവസം തുടർച്ചയായി ഇടമുറിയാതെ ചെയ്യുക. ഓരോ ദിവസവും 40 വട്ടം ഓതി കഴിഞ്ഞ ശേഷം اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم
وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. يا كريم يا كريم يا وهاب يا ذا الطول برحمتك يا ذا الجلال والإكرام. يا كثير الخير يا ذا المعروف يا قديم الإحسان أحسن إلينا بإحسانك القديم എന്ന് 3 വട്ടം ചൊല്ലിയ ശേഷം സമ്പത്ത് ലഭിക്കാനും സന്തോഷം ലഭിക്കാനും ദാരിദ്ര്യം നീങ്ങിക്കിട്ടാനും ദുആ ചെയ്യുക. ഇങ്ങനെ ദുആ ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിൽ ദാരിദ്ര്യം കൊണ്ട് ബുദ്ധിമുട്ടേണ്ട അവസ്ഥ വരികയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തർക്കും പരീക്ഷണമായി തന്നിട്ടുള്ള ദാരിദ്ര്യം നമ്മിൽ നിന്ന് പരിപൂർണമായി ഈ ആയത്തിന്റെ ബർക്കത്ത് കൊണ്ട് നീക്കിത്തരുമാറാവട്ടെ. ആമീൻ. ഇനി കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പായി വുളൂ ചെയ്ത് ഖിബ്ലക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് ആദ്യം اللهم صل على سيدنا محمد عبدك ورسولك وعلى المؤمنين والمؤمنات والمسلمين والمسلمات എന്ന സ്വലാത്ത് 11 വട്ടം ചൊല്ലിയ ശേഷം ഈ 2 ആയത്തുകൾ ഓതുക. അതിനുശേഷം ആ ആയത്ത് കഴിഞ്ഞ ഉടനെ യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് ഇഖ്ളി അന്നിദ്ദൈൻ وأغنني من الفقر فإنك ترزق بغير حساب എന്ന് ഒരു വട്ടം ചൊല്ലുക. അങ്ങനെ 21 വട്ടം ഈ ആയത്ത് ഓതുകയും 21 വട്ടം ഇത് ചൊല്ലുകയും ചെയ്യുക. ശേഷം കടം കൊണ്ടുള്ള പ്രയാസം തീർന്നു കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. എത്ര വലിയ വീട്ടാൻ പ്രയാസപ്പെടുന്ന കടമാണെങ്കിലും വീട്ടാനുള്ള വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു തരുന്നതാണ്. അല്ലാഹു തആല നമുക്കാർക്കും കടം ബാക്കി വെച്ചുകൊണ്ട് മരിക്കുന്ന ഒരു അവസ്ഥ നൽകാതിരിക്കുമാറാവട്ടെ. കടം പരിപൂർണമായി വീടാനുള്ള വഴി അല്ലാഹു തആല നമുക്ക് തുറന്നു തരുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.